2023 പുറത്തിറക്കിയ ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം ബീഹാർ ജനസംഖ്യയുടെ 17.7% മുസ്ലിങ്ങൾ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഭാഗത്തിന്റെ വോട്ടുകൾ നിതീഷ് കുമാറിനും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന NDA മുന്നണിക്കും പൂർണ്ണമായും നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാകും മുസ്ലിം വോട്ടുകൾ നിതീഷ് കുമാറിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ലഭിക്കാത്തത്? അതിന്റെ കാരണങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. BJPയുമായുള്ള സഖ്യം തന്നെയാണ് നിതീഷ് കുമാറിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഇത്തവണ ബീഹാറിലെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടില്ലെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. BJPയുമായി സഖ്യം ചേരുന്നതിന് മുൻപ് ബീഹാറിലെ ജനതാ JDUവിനെയും ആ പാർട്ടിയുടെ നേതാവ് നിതീഷ് കുമാറിനെയും മതേതര ചേരിയിലാണ് കണ്ടിരുന്നത്. അതിനാൽ തന്നെ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ ഒറ്റയ്ക്ക് നിന്നപ്പോഴും പിന്നീട് RJDയുമായി സഖ്യം ഉണ്ടാക്കിയിരുന്നപ്പോഴുമെല്ലാം അത് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറെ വർഷമായി BJPയുമായി സഖ്യം തുടരുന്ന JDUവിനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയായിട്ടാണ് ഇപ്പോൾ ബീഹാറിലെ ജനങ്ങൾ കാണുന്നത്. മുൻകാലങ്ങളിൽ നിതീഷ് കുമാർ പല പാർട്ടികളുമായും സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഒരു സ്ഥിരത ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ BJPയുമായി ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യത്തെ അങ്ങനെയല്ല ബീഹാറിലെ ജനങ്ങൾ കാണുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാരിനെ നിലനിർത്തുന്നത് പോലും BJPക്ക് JDU നൽകുന്ന പിന്തുണയാണ്. അതിനാൽ ഇനി JDUവിന് വോട്ട് നൽകുക എന്നാൽ അത് ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ കൈക്കൊള്ളുന്ന കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണയായാണ് ബീഹാറിലെ മുസ്ലിം വോട്ടർമാർ കാണുന്നത്. CAA, NRC, വഖഫ് വിഷയങ്ങളിൽ JDU കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകളും ഇത്തവണ ആ പാർട്ടിയെ മുസ്ലിം വോട്ടർമാരിൽ നിന്നും അകറ്റുന്നതിനുള്ള കാരണമായി. ബീഹാറിൽ JDUവും നിതീഷ് കുമാറും അദ്ദേഹത്തിന്റെ സർക്കാരും NRCയെ എതിർക്കുകയും പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നെങ്കിലും പാർലമെന്റിൽ അവർ CAA പിന്തുണയ്ക്കുന്ന നിലപാടാണ് കൈക്കൊണ്ടത്. ബീഹാറിലും രാജ്യവ്യാപകമായും NRC നടപ്പാക്കുന്നതിനെതിരെ തുടക്കത്തിൽ നിലപാടെടുത്തിരുന്ന പാർട്ടി BJPയുമായി സഖ്യത്തിലെത്തിയതിനു ശേഷമാണ് ഈ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞത്. ഇത് ബീഹാറിലെ വോട്ടർമാർക്കിടയിൽ JDUവിനെതിരായി നിലപാടെടുക്കാൻ കാരണമായിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തിലും മുസ്ലിം സമുദായത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് നിതീഷ് കുമാറും അദ്ദേഹത്തിന്റെ പാർട്ടിയും കൈക്കൊണ്ടിട്ടുള്ളത്. BJPയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനായിട്ടാണ് പാർലമെന്റിൽ JDU വഖഫ് ഭേദഗതിയെ പിന്തുണച്ചത് എന്ന അഭിപ്രായം ആ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. മുസ്ലിം വ്യക്തി നിയമ ബോർഡും ചില മുസ്ലിം സംഘടനകളും പാർലമെന്റിൽ വഖഫ് ഭേദഗതിയെ പിന്തുണയ്ക്കരുത് എന്ന് ആവശ്യപ്പെട്ട് നിതീഷ് കുമാറിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുള്ള ചില MPമാരെയും കണ്ടിരുന്നെങ്കിലും പാർട്ടി BJPയുടെ താല്പര്യങ്ങൾക്കൊപ്പമാണ് അന്നും നിന്നത്. ഇതിൽ പ്രതിഷേധിച്ച് നിരവധി നേതാക്കൾ JDUവിൽ നിന്ന് രാജിവെച്ചിരുന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാവായിരുന്ന മുഹമ്മദ് ഖാസിം അൻസാരി, JDU മൈനോറിറ്റി സെല്ലിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാനവാസ് മാലിക്, മൈനോറിറ്റി സെല്ലിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് തബ്രി സിദ്ദിഖി, യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന രാജു നയ്യാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന നദീം അക്തർ തുടങ്ങി നിരവധി നേതാക്കളാണ് ഇക്കാരണത്താൽ പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. ഇത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ JDUവിനെ പ്രതികൂലമായി തന്നെ ബാധിക്കും. സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ട മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞതാണ് മറ്റൊന്ന്. 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് 101 സീറ്റുകളിലാണ് JDU മത്സരിക്കുന്നത്. ഇതിൽ കേവലം 4 സീറ്റുകളിൽ മാത്രമാണ് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. NDA സഖ്യമായി 2020 11 മുസ്ലിം സ്ഥാനാർത്ഥികളെ JDU മത്സരിപ്പിച്ചിരുന്നെങ്കിലും ഒരാൾ പോലും അന്ന് വിജയിച്ചിരുന്നുമില്ല. എന്നാൽ 2015 RJDയോടൊപ്പം സഖ്യമായി മത്സരിച്ചപ്പോൾ 7 മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ 5 പേരും വിജയിച്ചിരുന്നു. ബീഹാറിലെ മുസ്ലിം വോട്ടുകൾ RJD കോൺഗ്രസ് സഖ്യത്തിന് പിന്നിൽ ശക്തമായി അണിനിരക്കുന്നു എന്നതാണ് JDUവിന് ഈ മേഖലയിൽ നിന്നുള്ള മറ്റൊരു വെല്ലുവിളി. RJDയും കോൺഗ്രസും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതും RJDക്കൊപ്പം സഖ്യമായിരുന്നപ്പോൾ JDUവിന് ലഭിച്ചിരുന്ന മുസ്ലിം വോട്ടുകൾ JDU NDAയിലേക്ക് പോയപ്പോൾ കൂടെ പോയില്ല എന്നതും കാണേണ്ടതുണ്ട്. സീമാഞ്ചൽ മേഖലയിലെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയായ AIMIMന്റെ സാന്നിധ്യവും JDUവിന് വെല്ലുവിളി ഉയർത്തുന്ന ഘടകമാണ്. മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ സീമാഞ്ചലിലാണ് JDU മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. ഇവിടെ ഒവൈസിയും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. 2020 ഈ മേഖലയിൽ നിന്ന് ഒവൈസിയുടെ പാർട്ടി 5 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. ഇത്തവണ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ മേഖലകളിലാണ് എന്നതും JDUവിന് വെല്ലുവിളിയാണ്. സീമാഞ്ചലിലെ AIMIMന്റെയും ജൻസുരാജ് പാർട്ടിയുടെയും സാന്നിധ്യം JDUവിനെ പോലെ RJDക്കും കോൺഗ്രസിനും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. NDA വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ ഈ പാർട്ടികളുടെ സാന്നിധ്യം കാരണമാകുമെന്നാണ് വിലയിരുത്തൽ.